ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫെബ്രുവരി 13 വരെയായിരുന്നു നമ്മൾ കറണ്ട് അഫയർ പറഞ്ഞിരുന്നത്. ഇനി ഫെബ്രുവരി 14 വായിക്കാം. തൊഴിലില്ലായ്മ നിരക്കിൽ 5-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. തൊഴിലില്ലായ്മ നിരക്കിൽ 5-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. തൊഴിലില്ലായ്മ നിരക്കിൽ 5-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം. 8.6% നിരക്കാണ് ഇപ്പോൾ ഉള്ളത്. തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പൊ കേരളത്തിൽ എത്ര? 8.6%. നേരത്തെ അത് 10.1% ആയിരുന്നു. അതിപ്പോ എന്ത് ചെയ്തു? കുറഞ്ഞ് 8.6%. ഇപ്പൊ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളത്തിലെ സ്ഥാനം എത്രയാണ്? 5-ാം സ്ഥാനമാണ്. എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 8.6%. ഇനി തൊഴിലില്ലായ്മ നിരക്കിൽ മുന്നിൽ നിൽക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജമ്മു കാശ്മീരാണ്. തൊഴിലില്ലായ്മ നിരക്കിൽ മുന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് ജമ്മു കാശ്മീരാണ്. തൊഴിലില്ലായ്മ നിരക്കിൽ മുന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. അപ്പൊ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്തും ഡൽഹിയുമാണ്. ഗുജറാത്തും ഡൽഹിയുമാണ് തൊഴിലില്ലായ്മ നിരക്കിൽ ഏറ്റവും കുറവ് നിൽക്കുന്നത്. ഇപ്പൊ തൊഴിലില്ലായ്മ നിരക്കിൽ 5-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാ? അത് കേരളമാണ്. 8.6% തൊഴിലില്ലായ്മ നിരക്ക്. മുന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാ? ജമ്മു കാശ്മീര്. കുറവുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്തും ഡൽഹിയുമാണ്. അടുത്ത സമുദ്രാൻ പരീക്ഷണത്തിനായി കടലിൽ ഇറക്കുന്ന പേടകമാണ് മത്സ്യ 6000. സമുദ്രയാൻ പരീക്ഷണത്തിനായി കടലിൽ ഇറക്കുന്ന പേടകം ഏതാണ്? മത്സ്യ 6000 ആണ്. ഈ സമുദ്രയാൻ പദ്ധതി എന്തോന്നറിയോ? സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ പദ്ധതി. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാ? സമുദ്രയാൻ പദ്ധതിയാണ്. അതിനായിട്ട് നിർമ്മിച്ച പേടകം അല്ലെങ്കിൽ അന്തർവാഹിനിയാണ് മത്സ്യ 6000 എന്ന് പറയുന്നത്. അപ്പൊ സമുദ്രയാൻ പരീക്ഷണത്തിനായി കടലിൽ ഇറക്കുന്ന പേടകം ഏതാ? മത്സ്യ 6000 ആണ്. സമുദ്രയാൻ പദ്ധതി എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. ഇപ്പൊ തൊഴിലില്ലായ്മ നിരക്കിൽ 5-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാ? അത് കേരളമാണ്. 8.6%. മുന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീര്. തൊഴിലില്ലായ്മ നിരക്ക് കുറവുള്ള സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും ഡൽഹിയും. സമുദ്രയാൻ പരീക്ഷണത്തിനായി കടലിൽ ഇറക്കുന്ന പേടകം ഏതാ? മത്സ്യ 6000. ഇനി മിഷൻ രേഖ. മിഷൻ രേഖ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കടലിൽ നിന്നുള്ള ഖനനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്, അല്ലെങ്കിൽ മിഷനാണ് മിഷൻ രേഖ. ഇപ്പൊ മിഷൻ രേഖ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കടലിൽ നിന്നുള്ള ഖനനം. കടലിൽ നിന്നുള്ള ഖനനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മിഷൻ രേഖ. അടുത്ത നമുക്കൊരു പദ്ധതി പഠിക്കാം. സ്കൂളുകളിൽ അക്കാദമിക് മികവും ഗുണനിലവാരവും ഉയർത്താൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി. സ്കൂളുകളിൽ അക്കാദമിക് മികവും ഗുണനിലവാരവും ഉയർത്താൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? സമഗ്ര ഗുണമേന്മ പദ്ധതി. അപ്പൊ സമഗ്ര ഗുണമേന്മ പദ്ധതി എന്തുവാ? സ്കൂളുകളിൽ അക്കാദമിക് മികവും ഗുണനിലവാരവും ഉയർത്താൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി. അടുത്തത് ആശാ വർക്കർമാർക്ക് 2 മാസത്തെ ഓണറേറിയം നൽകാമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ആശാ വർക്കർമാർക്ക് 2 മാസത്തെ ഓണറേറിയം നൽകാമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാ? അത് കേരളമാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകാം എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും കേരളമാണ്. അപ്പൊ ആശാ വർക്കർമാർക്ക് 2 മാസത്തെ ഓണറേറിയം നൽകാമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകാമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാ? അത് കേരളമാണ്. ഇപ്പൊ മിഷൻ രേഖ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കടലിൽ നിന്നുള്ള ഖനനം. മിഷൻ രേഖ കടലിൽ നിന്നുള്ള ഖനനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ പദ്ധതി പറഞ്ഞു, സമഗ്ര ഗുണമേന്മ പദ്ധതി. സ്കൂളുകളിൽ അക്കാദമിക് മികവും ഗുണനിലവാരവും ഉയർത്താൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി. അടുത്ത ആശാ വർക്കർമാർക്ക് 2 മാസത്തെ ഓണറേറിയം നൽകാൻ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാ? അത് കേരളമാണ്. അടുത്തത് 2025 പാര ആർച്ചറി ഏഷ്യ കപ്പ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഇന്ത്യയാണ്. 2025 പാര ആർച്ചറി ഏഷ്യ കപ്പ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ
രാജ്യം ഏതാ? അത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് 6 സ്വർണ്ണമാണ് കിട്ടിയത്. ഇപ്പൊ 2025 പാര ആർച്ചറി ഏഷ്യ കപ്പ് മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം ഇന്ത്യ, 6 സ്വർണം. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച നോബൽ പുരസ്കാര ജൂറി അംഗവും ബയോ കെമിസ്ട്രി രംഗത്ത് പ്രമുഖ ശാസ്ത്രജ്ഞനുമായിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ മാധവ ഭട്ടതിരി. അപ്പൊ 2025 ഫെബ്രുവരിയിലാണ് അദ്ദേഹം മരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നോബൽ പുരസ്കാര ജൂറി അംഗം, മലയാളിയായിട്ടുള്ള നോബൽ പുരസ്കാര ജൂറി അംഗം, മലയാളിയായിട്ടുള്ള ജൂറി അംഗമാണ്. അതുപോലെ തന്നെ ബയോ കെമിസ്ട്രി രംഗത്ത് പ്രമുഖ ശാസ്ത്രജ്ഞനുമായിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ മാധവ ഭട്ടതിരി. അദ്ദേഹം മരിക്കുന്നത് 2025 ഫെബ്രുവരിയിലാണ് മരിക്കുന്നത്. ഓക്കെ, ഇത്ര ഓക്കെ ആയോ? അപ്പൊ ഒന്നും കൂടെ പറയാം. തൊഴിലില്ലായ്മ നിരക്കിൽ 5ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാ? കേരളമാണ്. തൊഴിലില്ലായ്മ നിരക്കിൽ 5ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. എത്ര നിരക്ക്? 8.6%. ഇനി തൊഴിലില്ലായ്മ നിരക്കിൽ മുന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. തൊഴിലില്ലായ്മ നിരക്കിൽ മുന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാ? അത് ജമ്മു കാശ്മീരാണ്. ഇനി തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങൾ ഗുജറാത്തും ഡൽഹിയുമാണ്. ഗുജറാത്തും ഡൽഹിയും തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറവാണ്. ഇനി തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിക്കാൻ അത് ഹിമാചൽ പ്രദേശാണ്. കാരണം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് ജമ്മു കാശ്മീരും പിന്നെ 2ാം സ്ഥാനത്ത് കിടക്കുന്നത് ഹിമാചൽ പ്രദേശുമാണ്. ഇപ്പൊ ജമ്മു കാശ്മീർ നമ്മൾ കേന്ദ്രഭരണ പ്രദേശമായിട്ട് പറയുമ്പോൾ പിന്നെ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് വരും? ഹിമാചൽ പ്രദേശ് വരും. ഓക്കെ അല്ലയോ? അടുത്തത് സമുദ്രാൻ പരീക്ഷണത്തിനായിട്ട് കടലിൽ ഇറക്കുന്ന പേടകമാണ് മത്സ്യ 6000. സമുദ്രാൻ പദ്ധതി എന്തുവാന്നാ പറഞ്ഞത്? സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രാൻ പദ്ധതി. അപ്പൊ അതിനായിട്ട് നിർമ്മിച്ച പേടകമാണ്, കടലിൽ ഇറക്കുന്ന പേടകമാണ് മത്സ്യ 6000. അടുത്ത മിഷൻ രേഖ. മിഷൻ രേഖ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കടലിൽ നിന്നുള്ള ഖനനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മിഷൻ രേഖ. അടുത്ത പറഞ്ഞ പദ്ധതി സ്കൂളുകളിൽ അക്കാദമിക് മികവും ഗുണനിലവാരവും ഉയർത്താൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി. ആശാവർക്കർമാർക്ക് 2 മാസത്തെ ഓണറേറിയം നൽകാനെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകാമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം, അല്ലെങ്കിൽ 2 മാസത്തെ ഓണറേറിയം നൽകാമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. 2025 പാര ആർച്ചറി ഏഷ്യ കപ്പ് മെഡൽ പട്ടികയിൽ 1ാമതെത്തിയത് ഇന്ത്യയാണ്. 6 സ്വർണ്ണമാണ് ഇന്ത്യ നേടിയത്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച നോബൽ പുരസ്കാര ജൂറി അംഗവും ബയോ കെമിസ്ട്രി രംഗത്ത് പ്രമുഖ ശാസ്ത്രജ്ഞനുമായിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ മാധവ ഭട്ടതിരി. ഫെബ്രുവരി 14 നിങ്ങൾക്ക് ഓക്കെ ആയോ? മനസ്സിലായോ? ഒന്നുകൂടെ അടുത്ത ഫെബ്രുവരി 15 വായിക്കട്ടെ. അടുത്ത ഫെബ്രുവരി 15 വായിക്കാം. ഗൂഗിളിന്റെ അനന്ത എന്ന ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഗൂഗിളിന്റെ അനന്ത എന്ന ക്യാമ്പസ്. അപ്പൊ ഗൂഗിളിന്റെ പുതിയ ക്യാമ്പസിന്റെ പേരെന്തുവാ? അനന്ത. ഗൂഗിളിന്റെ പുതിയ ക്യാമ്പസ് ആണ് അനന്ത. അത് പ്രവർത്തനം ആരംഭിച്ചത് എവിടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബാംഗ്ലൂരാണ്. ഇപ്പൊ ഗൂഗിളിന്റെ അനന്ത എന്ന ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂര്. അടുത്ത ദൂരദർശന്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് കെ സതീഷ് നമ്പൂതിരിപ്പാട്. ദൂരദർശന്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ആരാണ്? കെ സതീഷ് നമ്പൂതിരിപ്പാടാണ്. ദൂരദർശന്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായ വ്യക്തിയാണ് കെ സതീഷ് നമ്പൂതിരിപ്പാട്. ഗൂഗിളിന്റെ അനന്ത എന്ന ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. റഷ്യയുടെ വിദേശകാര്യ വക്താവ്. റഷ്യയുടെ വിദേശകാര്യ വക്താവ് ആരാ? മരിയ സഖറോവ. മരിയ സഖറോവയാണ് റഷ്യയുടെ വിദേശകാര്യ വക്താവ്. ഇപ്പൊ റഷ്യയുടെ വിദേശകാര്യ വക്താവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മരിയ സഖറോവ്. മരിയ സഖറോവാണ് റഷ്യയുടെ വിദേശകാര്യ വക്താവ്. ദൂരദർശന്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ആരാണ്? കെ സതീഷ് നമ്പൂതിരിപ്പാട്. കെ സതീഷ് നമ്പൂതിരിപ്പാടാണ് ദൂരദർശന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത്. ഗൂഗിളിന്റെ അനന്ത എന്ന ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. റഷ്യയുടെ വിദേശകാര്യ വക്താവ് മരിയ സഖറോവ്. നിങ്ങൾക്ക് പേര് കിട്ടിയോ? പുതിയ വിദേശകാര്യ വക്താവ് മരിയ സഖറോവ്. അടുത്ത ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വിദേശ രാജ്യം ഏതാ?
ഖത്തറാണ്. ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വിദേശ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖത്തറാണ്. പല പല മേഖലകളായിട്ട് അവരെന്ത് ചെയ്തു, നിക്ഷേപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യ മേഖലയും പിന്നെ അതുപോലെ തന്നെ പരിസ്ഥിതി മേഖലകള്, അതുപോലെ തന്നെ ടൂറിസം മേഖലകള്, അങ്ങനെയുള്ള മേഖലകളിലേക്ക് എന്ത് ചെയ്തു, ഒരു വിദേശ നിക്ഷേപ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് വിദേശ നിക്ഷേപം ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വിദേശ രാജ്യമാണ് ഖത്തർ. അപ്പൊ ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വിദേശ രാജ്യം ഏതാ? ഖത്തറാണ്. റഷ്യയുടെ വിദേശകാര്യ വക്താവ് മരിയ സഖറോവ്. ദൂരദർശന്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് കെ സതീഷ് നമ്പൂതിരിപ്പാട്. ഗൂഗിളിന്റെ അനന്ത എന്ന ക്യാമ്പസ് പ്രവർത്തനം ആരംഭിക്കുന്ന എവിടെയാണ്? ബാംഗ്ലൂരാണ്. അടുത്തത് ടെസ്ലയുടെ മേധാവി. ടെസ്ലയുടെ മേധാവി ആരാ? ഇലോൺ മസ്ക്. ഇലോൺ മസ്ക്. ടെസ്ലയുടെ മേധാവി ഇലോൺ മസ്ക് ആണ്. ടെസ്ല എന്ന് പറയുന്നത് വൈദ്യുത കാർ നിർമ്മാണ കമ്പനിയാണ്. വൈദ്യുത കാർ നിർമ്മാണ കമ്പനിയാണ് ടെസ്ല. അതിന്റെ മേധാവി ആരാണ്? ഇലോൺ മസ്ക്. അപ്പൊ ടെസ്ലയുടെ മേധാവി ഇലോൺ മസ്ക്. ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വിദേശ രാജ്യം ഏതാ? ഖത്തറാണ്. റഷ്യയുടെ വിദേശകാര്യ വക്താവ് മരിയ സഖറോവ്. ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വിദേശ രാജ്യം ഖത്തർ. ടെസ്ലയുടെ മേധാവി ഇലോൺ മസ്ക്. അടുത്തത് പരീക്ഷയിൽ മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് വിവരാവകാശ നിയമത്തിലൂടെ നമുക്ക് തിരക്കാം അല്ലെങ്കിൽ ആരായാമെന്ന് ഉത്തരവിറക്കിയ കോടതിയാണ് സുപ്രീം കോടതി. പരീക്ഷയിൽ മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് നമുക്ക് വിവരാവകാശ നിയമത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ പ്രഖ്യാപിച്ച കോടതി ഏതാ? സുപ്രീം കോടതിയാണ് പ്രഖ്യാപിച്ചത്. പരീക്ഷയിൽ മറ്റു ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് വിവരാവകാശ നിയമത്തിലൂടെ തിരക്കാമെന്ന് ഉത്തരവിറക്ക കോടതിയാണ് സുപ്രീം കോടതി. ടെസ്ലയുടെ മേധാവി ഇലോൺ മസ്ക്. അപ്പൊ ഒന്നും കൂടെ ഫെബ്രുവരി 15 വായിക്കാം. ഗൂഗിളിന്റെ അനന്ത എന്ന് പറഞ്ഞ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂര്. ദൂരദർശന്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് കെ സതീഷ് നമ്പൂതിരിപ്പാട്. റഷ്യയുടെ വിദേശകാര്യ വക്താവ് മരിയ സഖറോവ്. ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വിദേശ രാജ്യം ഖത്തർ. ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വിദേശ രാജ്യം ഖത്തറാണ്. ടെസ്ലയുടെ മേധാവി ഇലോൺ മസ്ക്. ടെസ്ലയുടെ മേധാവി ഇലോൺ മസ്ക്. പരീക്ഷയിൽ മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് വിവരാവകാശ നിയമത്തിലൂടെ ആരായാമെന്ന് ഉത്തരവിറക്കിയ കോടതിയാണ് സുപ്രീം കോടതി. ഫെബ്രുവരി 15 ഓക്കെ ആയോ? ഒന്നുകൂടെ വായിക്കണോ? 14, 15 ഓക്കെ ആയോ? അടുത്ത ഫെബ്രുവരി 16 വായിക്കാമേ. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യത്തിന് മുന്നോടിയായുള്ള ISROയുടെ ആളില്ലാ ദൗത്യമാണ് ഗഗയാൻ G1. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ദൗത്യത്തിന് മുന്നോടിയായിട്ടുള്ള ISROയുടെ ആളില്ലാ ദൗത്യം ഏതാണ്? അത് ഗഗയാൻ G1 ആണ്. ഗഗയാൻ G1 മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ദൗത്യത്തിന് മുന്നോടിയായിട്ട് ISROയുടെ ആളില്ലാ ദൗത്യമാണ് ഗഗയാൻ G1. അടുത്ത 2025 ഫെബ്രുവരിയിൽ ഏത് ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനമാണ് പാർലമെന്റിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? രാമായണ ദ ലെജൻഡ് ഓഫ് പ്രിൻസ് രാമ. രാമായണ ദ ലെജൻഡ് ഓഫ് പ്രിൻസ് രാമ എന്ന ഈ ചിത്രമാണ് അവർ പാർലമെന്റിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 2025 ഫെബ്രുവരിയിൽ ഏത് ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനമാണ് പാർലമെന്റിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? രാമായണ ദ ലെജൻഡ് ഓഫ് പ്രിൻസ് രാമ. അടുത്ത് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാ? മഞ്ജു വാര്യർ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കറണ്ട് അഫയർ വായിച്ചായിരുന്നു. ഫെബ്രുവരി 4 പ്രത്യേകത എന്തുവാ? ലോക ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഇപ്പൊ 2025 പ്രമേയം നമ്മൾ പറഞ്ഞായിരുന്നു. ഏതാ? യുണൈറ്റഡ് ബൈ യുണീക്യു.
ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. അതിന്റെ പ്രമേയം എന്തുവായിരുന്നു? യുണൈറ്റഡ് ബൈ യുണീക്യു. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ക്യാമ്പയിൻ വന്നത്. ആ ക്യാമ്പയിൻ ഏതാ? ആനന്ദം അകറ്റാം അർബുദം. ആനന്ദം അകറ്റാം അർബുദം എന്നുള്ളതാണ് ക്യാമ്പയിൻ. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ ആണ്. അതിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആണ് മഞ്ജു വാര്യർ. അപ്പൊ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആണ് മഞ്ജു വാര്യർ. അടുത്ത 2025 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. 2025 നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. ഇപ്പൊ 2025 38ാമത് ദേശീയ ഗെയിംസ് എവിടെയായിരുന്നു നടന്നത്? വേദി നമ്മൾ പറഞ്ഞായിരുന്നു, ഉത്തരാഖണ്ഡിലാണ് 38ാമത് ദേശീയ ഗെയിംസ് നടന്നത്. അതില് ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. ഇനി ഓൾറൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ആരായിരുന്നു വന്നത്? അത് സർവീസസ് ആണ് വന്നത്. 1ാം സ്ഥാനം നേടിയത് സർവീസസ് ആണ്. കേരളത്തിന്റെ സ്ഥാനം എത്ര? 14ആണ്. കേരളത്തിന്റെ സ്ഥാനം 14. ഇപ്പൊ 2025 38ാമത് ദേശീയ ഗെയിംസ് നടന്നത് വേദി ഉത്തരാഖണ്ഡാണ്. അതിൽ ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. 1ാം സ്ഥാനത്ത് എത്തിയത് സർവീസസ് ആണ്. കേരളത്തിന്റെ സ്ഥാനം എത്ര? 14ആണ്. കേരളത്തിന്റെ സ്ഥാനം 14. ഇപ്പൊ 2025 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളം. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ. 2025 ഫെബ്രുവരിയിൽ ഏത് ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനമാണ് പാർലമെന്റിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? രാമായണ ദ ലെജൻഡ് ഓഫ് പ്രിൻസ് രാമ. രാമായണ ദ ലെജൻഡ് ഓഫ് പ്രിൻസ് രാമ. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യത്തിന് മുന്നോടിയായുള്ള ISROയുടെ ആളില്ലാ ദൗത്യമാണ് ഗഗയാൻ G1. അടുത്ത പറയട്ടെ, ഉത്തരേന്ത്യയിലെ ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശിലെ സോളൻ ജില്ലയിലാണ് വരുന്നത്. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടാ? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ സോളൻ ജില്ലയിലാണ് വരുന്നത്. ഉത്തരേന്ത്യയിലെ തന്നെ ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ഹിമാചൽ പ്രദേശ് സോളൻ ജില്ലയാണ്. അടുത്തത്, ഗാസയിൽ നിന്ന് പാലസ്തീൻകാരെ ഒഴിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിൽ നിന്ന് പാലസ്തീൻകാരെ ഒഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഗാസയിൽ നിന്ന് പാലസ്തീൻകാരെ ഒഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. ഇപ്പൊ ഉത്തരേന്ത്യയിലെ ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടാണ്? ഹിമാചൽ പ്രദേശിലെ സോളൻ ജില്ലയിലാണ്. ഇനി 2025 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. അല്ലാതെ ഓൾറൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസസും. കേരളത്തിന്റെ സ്ഥാനം 14ആണ്. ഇനി 38ാമത് ദേശീയ ഗെയിംസ് നടന്നത് എവിടാ? ഉത്തരാഖണ്ഡിലാണ് നടക്കുന്നത്. വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡാണ്. ഇനി 39ാമത് ദേശീയ ഗെയിംസ് എവിടെ ആയിരിക്കും നടക്കാൻ പോകുന്നത്? മേഘാലയയിലാണ്. 39ാമത് ദേശീയ ഗെയിംസ് നടക്കാൻ പോകുന്നത് മേഘാലയയിലാണ്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആണ് മഞ്ജു വാര്യർ. ഇപ്പൊ ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. 2025 പ്രമേയം എന്തുവായിരുന്നു? യുണൈറ്റഡ് ബൈ യുണീക്യു. ഇനി 2025 ഫെബ്രുവരിയിൽ ഏത് ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനമാണ് പാർലമെന്റിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? രാമായണ ദ ലെജൻഡ് ഓഫ് പ്രിൻസ് രാമ. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യത്തിന് മുന്നോടിയായിട്ടുള്ള ISROയുടെ ആളില്ലാ ദൗത്യമാണ് ഗഗയാൻ G1. ഫെബ്രുവരി 16 അത്രയേ ഉള്ളൂ.